ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. വീണ്ടും ഈ പ്രഭാതത്തിൽ ഇപ്രകാരം നമുക്ക് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത്. അതിൻ്റെ 5-ാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 6-ാമത്തെ വാക്യമൊന്ന് നോക്കാം. മോശയെ വിളിക്കുന്നതാണ് ഈ രംഗം. അപ്പോൾ 6-ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാവിൻ്റെ ദൈവം ആകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. ഇതിൽ നിന്ന് നമുക്ക് വേറൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, വലിയവനായ ദൈവം, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ, ഹി നോസ് യു, കോൾസ് യു, ട്രാൻസ്ഫോം യു ആൻഡ് ഫോർഗീവ് യു. വലിയവനായ ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മെ അറിയുന്നു, അവൻ നമ്മെ വിളിക്കുന്നു, അവൻ നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു, അവൻ നമ്മെ ക്ഷമിക്കുന്നു, നമ്മോട് ക്ഷമിക്കുന്നു. ഈ കർത്താവിനെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആദ്യമേ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്, ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. ഇവിടെ ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ നിൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ ഗോത്രപിതാക്കന്മാരുടെ ദൈവമാണ്, മാത്രമല്ല നിൻ്റെ പിതാവിൻ്റെയും ദൈവമാണ്. മോശ വിചാരിച്ചു ദൈവം അവരെ മറന്നുപോയി എന്ന്. കഴിഞ്ഞ 400 വർഷമായിട്ട് ഈ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അടിമകളായി നിൽക്കുമ്പോൾ അവരെ സഹായിക്കുവാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദൈവം അവരെ മറന്നുപോയി എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഈ മോശയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ദൈവം പറയുകയാണ്, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ടു കീപ് ഹിസ് പ്രോമിസസ്. വലിയവനായ ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ, അവൻ അത് സൂക്ഷിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. ദൈവം മോശയോട് പറയുന്നത്, ഞാൻ നിൻ്റെ പിതാവിൻ്റെ ദൈവവും അതുപോലെ തന്നെ ഗോത്രപിതാക്കന്മാരായിരിക്കുന്ന അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവം ആണ് എന്നാണ്. മലയാളത്തിൽ നാം തിരിച്ചാണ് കാണുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ അത് പറയുന്നത്, ഹീ സെഡ് ഓൾസോ ഐ ആം ദ ഗോഡ് ഓഫ് യുവർ ഫാദർ. ഞാൻ നിൻ്റെ പിതാവിൻ്റെ ദൈവമാണ്. അതാണ് ആദ്യമേ പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ മോശയോട് പറയുകയാണ് ദൈവം, ഞാൻ ഗോത്രപിതാക്കന്മാരുടെ ദൈവം മാത്രമല്ല നിൻ്റെയും ദൈവം ആണ് എന്ന് പറയുന്നു. മോശ വളരെ ഭയപ്പാടോടുകൂടിയാണ് അവിടെ നിൽക്കുന്നത്. കാരണം അവനൊരു കുലപാതകൻ ആയിരുന്നു. ദൈവം അവനെ ശിക്ഷിക്കും എന്നുള്ള ഒരു ഭയത്തോടു കൂടെയായിരുന്നു അവൻ നിന്നത്. എന്നാൽ ഇവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ ഈ മോശയുടെ മേൽ ഉണ്ടായി. ദൈവം തൻ്റെ പിതാക്കന്മാർക്ക് കൊടുത്ത ആ വാഗ്ദത്തങ്ങൾ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ, അതുപോലെ തന്നെ ആവർത്തന പുസ്തകത്തിൽ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലൊക്കെ ദൈവം അവർക്ക് കൊടുത്തതായ വാഗ്ദത്തങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ 3 ഗോത്രപിതാക്കന്മാരെ കാണിച്ചുകൊണ്ട് വലിയവനായ ദൈവം പറയുകയാണ്, ഞാൻ അവരോട് വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നോടും നിങ്ങളോടും വിശ്വസ്തർ ആയിരിക്കും. അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ നിന്നോടും ഈ പ്രോമിസുകൾ, ഈ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ സമർത്ഥനാണ്. നീയും
നിൻ്റെ പിതാക്കന്മാർ ആശ്രയിച്ചതുപോലെ നീയും എന്നിൽ ആശ്രയിച്ചാൽ മതി. ഇവിടെ 4 രീതിയിലാണ് ദൈവം ആരാണെന്ന് പറയുന്നത്. ഒന്നാമത്, ദ ഗോഡ് ഓഫ് മോസസ് ഫാദർ, മോശയുടെ പിതാവിൻ്റെ അപ്പനാണ്, ദൈവമാണ്. നമുക്കറിയാം മോശയുടെ പിതാവ് എന്ന് പറയുന്നത് അമ്രാമാണ്, അമ്രാമിൻ്റെ അപ്പനാണ് എന്ന് പറയുകയാണ്. മോശയുടെ പിതാവിൻ്റെ അപ്പനായിട്ട് തിരിച്ചറിയൽ കൊടുക്കുകയാണ് ദൈവം. ഈ മോശയുടെ, നിൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ നിൻ്റെ അപ്പൻ്റെ ദൈവമാണ് ഞാനെന്ന് പറയുമ്പോൾ ദൈവം മോശയോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞാൻ അനേക വർഷങ്ങൾക്ക് മുമ്പുള്ള ദൈവം മാത്രമല്ല, ഞാൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ അറിയുന്ന ദൈവമാണ്, ഇന്നും അറിയുന്നവനാണ്. നിൻ്റെ അമ്രാമിനെ പോലും ഞാൻ അറിയുന്നവനാണ്, നിൻ്റെ അമ്രാമിൻ്റെ പിതാവാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ സൂക്ഷിക്കും, കാത്തുപരിപാലിക്കും. നിൻ്റെ ദൈനംദിന ജീവിതത്തിലുള്ളതായ ആവശ്യങ്ങളെ പറ്റിയുള്ളതായ ചിന്ത, കൺസേൺ എനിക്കുണ്ട്. പ്രിയ വിശ്വാസികളെ, ഇത് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വലിയവനായ ദൈവം മോശയോട് സംസാരിച്ചതാണ്. എന്നാൽ ഇന്നും ആ മോശയോട് സംസാരിച്ച ദൈവം നമ്മോടും പറയുകയാണ്, നമ്മുടെയും പിതാവാണ്. അല്ലേ? അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ളതായ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നു. അപ്പോൾ നമുക്കിന്ന് സ്വയമായിട്ട് ദൈവത്തെ നമുക്ക് ദൈവമായിട്ട്, നമ്മുടെ പിതാവായിട്ട് അംഗീകരിക്കുവാനായിട്ടുള്ളതായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ ദൈവം അവൻ്റെ മഹത്വത്തിനൊത്തവണ്ണം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സ്വർഗത്തിലെ ധനത്തിനൊത്തവണ്ണം നിറവേറ്റി തരുവാൻ മതിയായവനാണെന്ന് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ആ ദൈവത്തെയാണ് ഇവിടെ കാണുന്നത്. രണ്ടാമത് നാം കാണുന്നത് ദ ഗോഡ് ഓഫ് അബ്രഹാം, അബ്രഹാമിൻ്റെ ദൈവമാണ്. അബ്രഹാമിനെ വലിയവനായ ദൈവം ആ കൽദയരുടെ ദേശത്തു നിന്ന് വിളിച്ച്, മെസൊപ്പൊത്താമ്യയിൽ നിന്ന് വിളിച്ച് കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവന്നു. അബ്രഹാമിനെ ആ ദേശത്തേക്ക് ദൈവം കൊണ്ടുവരികയാണ്. വ്യക്തിപരമായ രീതിയിലാണ് അവനെ കൊണ്ടുവന്ന് ദൈവം അവനെ അനുഗ്രഹിക്കുന്നത്. ഓരോരോ വ്യക്തികളെ വിളിക്കുന്ന ആ ദൈവം, അബ്രഹാമിനെ വിളിച്ച ദൈവം നമ്മെയും ഓരോരുത്തരായിട്ട് അവൻ നമ്മെ വിളിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ വലിയവനായ ദൈവത്തിൻ്റെ വിളി നമുക്ക് കേൾക്കുവാനായിട്ട്, കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൈവത്തെ നാം അനുകരിക്കുന്നവരാണോ? രണ്ടാമതായിട്ട് നാം കാണുന്നത് ദ ഗോഡ് ഓഫ് ഐസക്, ഇസ്ഹാക്കിൻ്റെ ദൈവമാണ്. നമുക്കറിയാം ആ രീതിയിലുള്ളതായ അന്നത്തെ ആ സാഹചര്യം അനുസരിച്ച് ഒരിക്കലും ഇസ്ഹാക്ക് ജനിക്കുവാൻ സാധ്യതയില്ല. കാരണം തൻ്റെ മാതാവ് 90 വയസ്സ് പ്രായമുള്ള സ്ത്രീയാണ്, സ്ത്രീകളുടെ മുറ നിന്നവളാണ്. ഒരിക്കലും അവൾക്ക് ഒരു കുഞ്ഞുണ്ടാകുവാനായിട്ട് സാധിക്കുകയില്ലായിരുന്നു. എന്നാൽ വലിയവനായ ദൈവം തൻ്റെ ആ ശക്തി കൊണ്ട് ആ സാറായുടെ ഗർഭപാത്രത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാനായിട്ട്, റീജനറേറ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചു. അത് മുഖാന്തരമായിട്ട് അവന് ഒരു ട്രാൻസ്ഫോർമേഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, ഇന്ന് നാമും ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലാണോ നാം ജീവിക്കുന്നത്? മൂന്നാമതായിട്ട് നാം കാണുന്നത് ദ ഗോഡ് ഓഫ് ജേക്കബ്, യാക്കോബിൻ്റെ ദൈവം. യാക്കോബിൻ്റെ അവസ്ഥ നമുക്കറിയാം. ജനിക്കുന്നതിന് മുമ്പ് തന്നെ അനേക വാഗ്ദത്തങ്ങൾ യാക്കോബിന് കൊടുത്തതാണ്. എന്നാൽ യാക്കോബ് ആ വാഗ്ദത്തങ്ങളിലൊന്നും വിശ്വസിച്ചില്ല. അവൻ ആ പല അനുഗ്രഹങ്ങളും തട്ടിയെടുക്കുവാൻ വേണ്ടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്താണ് ചെയ്തത്? തൻ്റെ സഹോദരനെ കളിപ്പിച്ചു, തൻ്റെ പിതാവിനെ കളിപ്പിച്ചു, തൻ്റെ അമ്മായിപ്പനെ കളിപ്പിച്ചു. അങ്ങനെ എല്ലാ രീതിയിലും കളിപ്പിച്ച് ഉണ്ടാക്കിയ ഒരു അവസ്ഥയാണ്. എന്നാൽ അതൊക്കെയും ദൈവം അവനെ ക്ഷമിച്ച്, അത് പശ്ചാത്താപത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ ദൈവം അത് ക്ഷമിച്ച് അവനെ വീണ്ടും നിലനിർത്തിയ ആ കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കർത്താവിൻ്റെ
ദൈവമാണ്, ഈ വ്യക്തികളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നമ്മോട് പറയുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.